സൃഷ്ടിത്വേ പരികൽപ്പിതശശഭൃതു വത്മാ പുനർജന്മന മാത്മീത്യാത്മവിദാം കൃതുച്ഛേജതാം ഭക്താമരജ്യോതിഷാം ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകഥായ ശ്രുതോ വാചം നഃ സതഥാത്മനൈകകിരണസ്ത്രൈലോക്യദീപോരവീ. സ്വാഗത പ്രസംഗത്തിനായി കേരള ജ്യോതിഷ പരിഷത്ത് ജനറൽ സെക്രട്ടറി ശ്രീ സുരേന്ദ്രൻ പണിക്കർ ഓരടി അവരെ ക്ഷണിച്ചുകൊണ്ട് ബഹുമാന്യ കേരള ജ്യോതിഷ പരിഷത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു രഘുരാമൻ അവർ, ഇന്നത്തെ വിശിഷ്ടാതിഥികളായ നമ്മുടെ MP പ്രതാപൻ വിദ്യാധരൻ മാഷ്, വേദിയിലിരിക്കുന്ന പരിഷത്ത് സെക്രട്ടറി മുനിരാജക്കുറുപ്പ്, ട്രഷറർ മധുസൂദനൻ, ബഹുമാന്യനായ അമ്പലൂർ KA നാരായണൻ, വൈസ് പ്രസിഡന്റ് ജ്യോതിഷ പരിഷത്ത്, ഇന്നത്തെ പ്രബന്ധാവതാരകൻ ശ്രീ രമേശ് അന്തിക്കാട്, ജ്യോതിഷ പരിഷത്തിൻ്റെ പ്രധാന അധ്യാപകനായ ശ്രീ ബാലകൃഷ്ണൻ മാഷ് ഷൊർണൂർ, മറ്റു ബഹുമാന വ്യക്തികളെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന ജ്യോതിഷ വിശ്വാസികളെ, ജ്യോതിഷ പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, ജ്യോതിഷ പരിഷത്ത് ഇന്ന് 50-ാം വർഷത്തിലേക്ക് കടന്നെത്തിയിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷിയാകുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് കൊച്ചി രാജകുടുംബത്തെയാണ്. കൊച്ചി രാജകുടുംബത്തിൻ്റെ ആശീർവാദങ്ങളോടെ, അനുഗ്രഹാശിസുകളോടെ പണ്ഡിതശ്രേഷ്ഠനായ വാഗ്മിയും മനുഷ്യസ്നേഹിയും ജനസമ്പർക്കങ്ങളിൽ പ്രാധാന്യം അറിയിക്കുന്ന മഹൽ വ്യക്തിയുമായിരുന്ന AVS പണിക്കർ എന്ന ബഹുമാന്യനായ പണ്ഡിതനെയാണ് ആദ്യം നമുക്ക് ഇവിടെ ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിൻ്റെ സൽഭാവനയിൽ അന്നത്തെ കാലത്തെ ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരും സാഹിത്യ പണ്ഡിതന്മാരും അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള സകലവിധ ജനങ്ങളെയും ഒത്തൊരുമിച്ചുകൊണ്ട് തുടക്കം കുറിച്ച അന്നത്തെ ആ ജ്യോതിഷ പരിഷത്ത് ഇന്ന് 50-ാം വർഷത്തിലേക്ക് എത്തി. ആ പ്രൗഢി ഒട്ടും ചോരാതെ തന്നെ നല്ല നിലയിൽ തന്നെ 50-ാം വർഷത്തിലേക്ക് എത്തുക എന്നുള്ളത് അതിൻ്റെ തുടക്കത്തിൻ്റെ ആ ഒരു നിമിത്തം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ആ പണ്ഡിത ശ്രേഷ്ഠനെയാണ്, അല്ലെങ്കിൽ AVS പണിക്കരെയാണ്, അല്ലെങ്കിൽ ആ രാജകുടുംബത്തിൻ്റെ ആ അന്നത്തെ മരുത്തമ്പുരാൻ, കുട്ടൻ തമ്പുരാൻ, കുറേ തമ്പുരാന്മാരുണ്ട്. ജ്യോതിഷപരിഷത്തുമായി ഒരു കാലഘട്ടത്തിൽ ജ്യോതിഷത്തിന് വേണ്ടി സേവനം ചെയ്തിരുന്ന, പരിഷത്തിന് ക്ലാസ് എടുത്തിരുന്ന പണ്ഡിത ശ്രേഷ്ഠന്മാരായ ഗണിത പണ്ഡിതന്മാരായ മരുത്തമ്പുരാനൊക്കെ ഞാൻ ഒരു നോട്ടം കണ്ടിട്ടുണ്ട്. പക്ഷെ അധികമൊന്നും വലിയ ഓർമ്മയൊന്നുമില്ല. ആ കാലഘട്ടത്തിൽ തുടങ്ങിയ ജ്യോതിഷ പരിഷത്ത് ജനസമ്പർക്കം കൊണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് ജ്യോതിഷത്തെ മാത്രമല്ല സാഹിത്യത്തെയും സംസ്കാരത്തെയും നിലനിർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പരിഷത്ത് സ്ഥാപിച്ചിട്ടുള്ളത്. അന്നത്തെ പരിഷത്തിൻ്റെ പ്രധാനമായ അജണ്ട ജ്യോതിഷത്തിന് പ്രാധാന്യം കൊടുക്കുകയും അതോടൊപ്പം തന്നെ ജ്യോതിഷം പാഠ്യപദ്ധതിയായി മുന്നോട്ട് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ സംസ്കൃത പഠനം വളരെയധികം ലഘൂകരിക്കുന്ന രീതിയിൽ ഒരു വിദ്യാലയം ആരംഭിക്കുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് പരിഷത്ത് ആരംഭിച്ചത്. അത് ആ കൊല്ലത്തിൽ അടുത്ത കാലഘട്ടത്തിൽ 71-ാമത് ജ്യോതിഷ പരിഷത്ത് ആരംഭിച്ചതെങ്കിലും ആ കാലഘട്ടത്തിൽ ജ്യോതിഷ പരിഷത്തിന് കേന്ദ്ര ഗവൺമെൻറ് AVS പണിക്കർ അസ്ട്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ
സംസ്കൃതം പഠിപ്പിക്കുന്നതിനുള്ള ഒരു ഫെലോഷിപ്പ് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടുകയും അത് പിന്നീട് അതിന് വേണ്ട നടപടികളൊന്നും ഇല്ലാതെ വന്നപ്പോൾ അതവിടെ കിടക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ കാലഘട്ടം വരെ അതിൽ നിന്ന് ആ ഉത്തേജനം വെച്ചുകൊണ്ട് ഞങ്ങൾ പരിഷത്തെ ജ്യോതിഷ പഠനത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട്, ജ്യോതിഷ പാരമ്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, ജ്യോതിഷം, സംസ്കൃതം, വേദാന്തം തുടങ്ങിയ പാഠ്യപദ്ധതികളെ നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത്തരം മകൾ വ്യക്തികളുടെ ആ തുടക്കം തന്നെയായിരിക്കും അതിനുശേഷം വന്നിരിക്കുന്ന അഡ്വക്കേറ്റ് AR ഉണ്ണീഷ പണിക്കർ, പിന്നീട് വന്ന വേണുഗോപാല പണിക്കർ, ഇപ്പോൾ അഡ്വക്കേറ്റ് AU രഘുരാമൻ വരെ എത്തി നിൽക്കുന്ന ആ പ്രഗത്ഭരുടെ ആ നേതൃനിരയും സത്യസന്ധമായിരിക്കുന്ന അടിസ്ഥാനപരമായുള്ള പ്രവർത്തന രീതിയുമാണ് പരിഷത്തിനെ ഇത്തരമൊരു സ്ഥാപനമായി മാറ്റാൻ സാധിച്ചു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. ഈ അഭിമാനം ഏത് കാലഘട്ടത്തിലും ഇനിയുള്ള 50 കൊല്ല കാലഘട്ടം കൂടി ഈ പ്രൗഢിയോടുകൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഇതോടൊപ്പം ഈ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ വളരെയധികം സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും ജ്യോതിഷന്മാരും ജ്യോതിഷ പരിഷത്തിൻ്റെ കൂടെ സഹയാത്രികരായി ഒരു കാലഘട്ടത്തിൽ കൂടെ നടന്നിട്ടുണ്ട്. അവരുടെയെല്ലാം പേരുകൾ പറയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയധികം വ്യക്തികൾ AVS പണിക്കരോടൊപ്പം രംഗത്തുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണ പണിക്കരോടൊപ്പം രംഗത്തുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ വേണുഗോപാൽ പണിക്കരോടൊപ്പം രംഗത്തുണ്ടായിരുന്നു. ആ മഹൽ വ്യക്തികളിൽ വളരെയധികം പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവർക്കെല്ലാം പ്രണാമം അർപ്പിച്ചുകൊണ്ടും അവരുടെയെല്ലാം ആത്മാവ് ജ്യോതിഷ പരിഷത്തിനോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ അവർക്കെല്ലാം കൂടെ ഒരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ജ്യോതിഷ പരിഷത്ത് ഇന്നത്തെ പ്രസിഡന്റാണ് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 15 വർഷക്കാലമായി ജ്യോതിഷ പരിഷത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് മുൻപ് ഏറ്റെടുത്തിരിക്കുന്ന വേണുഗോപാൽ പണിക്കരുടെ അമണങ്ങാടുകളിൽ വേണുഗോപാൽ പണിക്കരുടെ പാതയെ കടുകിട വിട്ടുമാറാതെ അദ്ദേഹം തുടങ്ങി വെച്ച ആ രീതിയിൽ അതിനേക്കാൾ മഹത്തരമാക്കുന്നതിൽ ഇദ്ദേഹത്തിന് ഈ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർക്ക് ജ്യോതിഷ പരിഷത്തിന് മുന്നോട്ട് മുന്നോട്ട് നയിക്കാനും സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും അദ്ദേഹത്തിൻ്റെ ഒരു സേവനം എന്ന നിലയിൽ വളരെയധികം സംഘടനകളുടെയും വളരെയധികം സ്ഥാപനങ്ങളുടെയും വളരെയധികം പ്രസ്ഥാനങ്ങളുടെയും അമരക്കാരനായിരിക്കുന്ന അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് പോലും സമയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ മഹൽ വ്യക്തിയായ ശ്രീ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ജ്യോതിഷ പരിഷത്തിന് വേണ്ടി വളരെയധികം സമയം ചെലവാക്കാനും നിങ്ങളോടൊപ്പം ഞങ്ങളുടെ മുന്നിൽ നിന്ന് ഞങ്ങളെ നയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഈ 50-ാം വർഷം എത്തിച്ചേർത്ത് തന്നെ ഇത് ഒരു നിമിത്തമാകാം. ആ നിമിത്തത്തോടുകൂടി അദ്ദേഹം ഈ ഇന്നത്തെ 50-ാം വാർഷിക ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത പദവി അലങ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പരിഷത്തിന് വേണ്ടി ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അധ്യക്ഷ പദവിയിലേക്ക് അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട വ്യക്തി ഈ 50 വർഷക്കാലത്തെ പ്രവർത്തനത്തിൽ ഞങ്ങളുടെ പ്രവർത്തനം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോയി എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു MP എന്ന നിലയിൽ 15 വർഷക്കാലം കഴിഞ്ഞ 2 വർഷക്കാലമായി MP ആയും അതിന് മുൻവർഷങ്ങളിൽ MLA ആയും വളരെയധികം ഒരു ഇന്നത്തെ കാലഘട്ടത്തിൽ സമകാലികനായി നമ്മളുടെ ഒപ്പം നിൽക്കുന്ന ഒരു മഹാനായ MP-യെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ബഹുമാന്യനായ ശ്രീ പ്രതാപൻ അവர்களാണ്. ഏതു സമയത്തും ഞാൻ അദ്ദേഹത്തിന് മുമ്പ് കാണുന്നത് തൃശ്ശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ യുവജനോത്സവ കാലത്ത് ഒരു 10-15 കൊല്ലം മുൻപ് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം തൃശ്ശൂരിൽ നടക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഓടി നടന്നുകൊണ്ട്
ചെറുപ്പക്കാരനായ അദ്ദേഹം ഓടി നടന്നുകൊണ്ട് ഒരു പ്യൂൺ ചെയ്യുന്ന ജോലി പോലും അന്ന് ആ MLA ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവ് വളരെയധികം പ്രസക്തമായി പത്രങ്ങൾ പോലും അദ്ദേഹം അന്ന് എടുത്ത് പ്രസ്താവ്യമായിട്ടുള്ള ഒരു കാര്യം ഓർമ്മയിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിനെയാണ് ഇന്ന് ഈ വാർഷിക സമ്മേളനം, ജ്യോതിഷപരിഷത്തിന്റെ 50ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഞങ്ങൾക്ക് ലഭിച്ചത്. അദ്ദേഹത്തിനെ ഞാൻ ഈ ഉദ്ഘാടന വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. പിന്നെ വിദ്യാധരൻ മാഷ്, MP N പ്രതാപൻ അവർക്ക് ഞങ്ങളുടെ ഉപകാരം രാജകുറുപ്പ് സമർപ്പിച്ചിരിക്കുന്നു. പിന്നെ വിദ്യാധരൻ മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ, വിദ്യാധരൻ മാഷ് ജ്യോതിഷ പരിഷത്തുമായി ബന്ധപ്പെട്ടു വന്നിട്ടുള്ളത് ഒരു 25 വർഷങ്ങൾക്ക് മുൻപാണ്. 25 വർഷം അതിന് കൂടുതലുണ്ട്. 25 വർഷങ്ങൾക്ക് മുൻപാണെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോ 50 അതെ. അപ്പൊ 25 വർഷങ്ങൾക്ക് മുൻപ് മാഷ് പറയുന്നത് 25 അല്ല, അതിനും കൂടുതൽ പരിശുദ്ധമായി ബന്ധമുണ്ട് എന്ന്. ശരിയായിരിക്കാം. എന്റെ ഓർമ്മ വെച്ച കാലഘട്ടം മുതൽ മാഷ് പരിശുദ്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് മാഷ് സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് മാഷ് രംഗത്ത് വന്നത്. അന്ന് വിദ്യാധരൻ മാഷ് എന്ന് പറയുന്ന വ്യക്തി അന്നും മഹാനായ വ്യക്തി തന്നെയായിരുന്നു. സംഗീത ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന ദേവരാജൻ മാഷ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദേവരാജൻ മാഷയുടെ താഴെ 1-2 വ്യക്തികളെ കഴിഞ്ഞാൽ 2ഓ 3ഓ സ്ഥാനം അംഗീകാരത്തിൽ കൊടുക്കാവുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിദ്യാധരൻ മാഷ്. അതിനുള്ള കാരണം പ്രത്യേകിച്ച് വിദ്യാധരൻ മാഷെ പറ്റി പറയുമ്പോൾ 2 വാക്ക് പറയാൻ നിവൃത്തിയില്ല. പരിശുദ്ധമായി എന്ന് വിദ്യാധരൻ മാഷ് ബന്ധപ്പെട്ടുവോ അന്ന് മുതൽ വിദ്യാധരൻ മാഷയുടെ ശുക്രദശാകാലം ആരംഭിച്ചു എന്ന് തന്നെ പറയണം. മാഷ് ഓർമ്മിക്കാന്ന് അറിയില്ല. ഇത് ഓർമ്മയുണ്ടായെന്നറിയില്ല. അന്ന് തന്നെ ആ കാലഘട്ടത്തിൽ മാഷെ വലം കൈയായി കൊണ്ടു നടന്നിരുന്നത് ശ്രീ വേണുഗോപാലപ്പണിക്കരാണ്. ഇന്നും അത് വളരെയധികം ഓർമ്മയിലൂടെ നിൽക്കുന്ന ഒരു കാര്യമാണ്. മാഷ എവിടെയുണ്ടോ അവിടെ വേണുഗോപാലപ്പണിക്കരുണ്ട്, അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വളരെയധികം സമയങ്ങൾ പഴയ ജ്യോതിഷ പരിഷത്തിൽ സമയം കഴിച്ചിരുന്നൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. മാസ്റ്റർ പാട്ടും അതിനോട് കൂടിയിട്ടുള്ള സംഗീതജ്ഞന്മാരും സിനിമക്കാരും അതിൽ പഴയ കാലഘട്ടത്തിൽ ഉള്ള സിനിമക്കാര് ഒരുവിധം ആൾക്കാരും ഒന്നുണ്ട്. അവരൊന്നും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെ പറയാം. അവരൊക്കെ പരിശുദ്ധമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ്. അന്ന് അവരുടെ എല്ലാം ഗുരുസ്ഥാനിയായിട്ട് തന്നെയായിരുന്നു മാഷ് നിന്നിരുന്നത്. അന്നത്തെ മാഷ് ഇന്നും അതേപോലെ തന്നെ ഞങ്ങളുടെ ഗുരുസ്ഥാനിയായി പരിഷത്തിനോടൊപ്പം ഞങ്ങളുടെ മുന്നിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം മാത്രം ഞങ്ങൾക്ക് മതി. അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹം ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അദ്ദേഹത്തിന് ഇനിയും അവാർഡുകൾ, ഇനിയും സേവനത്തിനുള്ള അവാർഡുകളും അതുപോലെ അദ്ദേഹത്തിന്റെ കലാപ്രതിഭകൾക്കുള്ള അവാർഡുകൾ അദ്ദേഹത്തിന് ഇതേവരെ കിട്ടിയിട്ടില്ല എന്നാണ് എൻ്റെ ഓർമ്മ. ചെറിയ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സംഗീതത്തെ വെച്ച് നോക്കുമ്പോൾ ലോകം അംഗീകരിക്കേണ്ട, ഇന്ത്യ അംഗീകരിക്കേണ്ട ഒരു നല്ലൊരു കലാകാരനുള്ള ഒരു അംഗീകാരം അദ്ദേഹത്തിന് പരിഷത്തിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് കിട്ടട്ടെ. ഇത് ശ്രീ MP N പ്രതാപൻ അവർക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഡൽഹിയിലേക്ക് എത്തണം മാഷ്, ഡൽഹിയിലേക്ക് മാഷയുടെ പേര് എത്തണം. എത്തിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു കേട്ടു മാഷെ. പക്ഷേ അത് എത്തുമെന്ന് ഉറപ്പിക്കുന്നു. പിന്നെ ഇവിടെ അടുത്തതായി സ്വാഗതം പറയാനുള്ളത് നമ്മുടെ K നാരായണൻ നാമ്പല്ലൂർ അവരുടെയാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ജ്യോതിഷ പരിഷത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വളരെയധികം പ്രാധാന്യത കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ K നാരായണൻ. 50 വർഷത്തെ തുടക്കം ആ കാലഘട്ടത്തിലും ഇന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ പ്രധാനിയായി K നാരായണൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും അറിയുമെന്ന് തോന്നുന്നില്ല. അന്ന് K നാരായണൻ അവരുടെ അമ്മാവനായ ശ്രീ AVS തുടക്കം കുറിച്ച അന്ന്
ആരംഭിച്ച ആ പരിഷത്ത് ഇന്ന് 50-ാം വർഷം എത്തുമ്പോൾ എല്ലാവരേക്കാൾ വളരെയധികം സന്തോഷം കൊടുക്കുന്ന വ്യക്തി ശ്രീ കെ നാരായണൻ അവர்களായിരിക്കാം. അദ്ദേഹത്തെ ഞാൻ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ ഉണ്ണിരാജക്കുറുപ്പ് വളരെ കാലങ്ങളായി, ദേശം ഒരു 10-40 കൊല്ലമായി ഉണ്ണിരാജക്കുറുപ്പിന്റെ നിസ്വാർത്ഥമായ സേവനം പരിഷത്തിൽ ലഭിച്ചിട്ടുണ്ട്. പരിഷത്ത് ആരംഭിച്ചിട്ട് 50 കൊല്ലക്കാലമായിട്ടുണ്ടെങ്കിലും ഞങ്ങളെല്ലാം ഒരു 40 കൊല്ലത്തോളമായിട്ട് പരിഷത്ത് പ്രവർത്തകരായി, പരിഷത്തിന്റെ മെമ്പർമാരായും, പിന്നീട് ജനറൽ സെക്രട്ടറിയായും ഈ വളരെ കാലങ്ങളായി പരിഷത്തിന്റെ മുന്നിലും പിന്നിലും വളരെയധികം സന്തോഷത്തോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതിൽ ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന, എന്ത് കാര്യവും തുറന്ന് സംസാരിച്ച് തുറന്ന് നേടിയെടുക്കാൻ പ്രത്യേകം കഴിവുള്ള ആ ബഹുമാന്യ വ്യക്തിയായിരിക്കുന്ന ആ ഉണ്ണിരാജക്കുറുപ്പിനെ ഞാൻ ഈ വേദിയിലേക്ക് 50-ാം വാർഷികാഘോഷ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ശ്രീ മധു പീച്ചറക്കൽ. അദ്ദേഹം ജ്യോതിഷപരിഷത്തിന്റെ ട്രഷറർ ആണ്. അദ്ദേഹം ജ്യോതിഷപരിഷത്തിന്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ ജ്യോതിഷപരിഷത്തുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യത കൊടുത്തുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ബഹുമാന്യ വ്യക്തിയാണ് ശ്രീ മധു പീച്ചറക്കൽ. അദ്ദേഹത്തെ ഞാൻ ജ്യോതിഷപരിഷത്തിന് വേണ്ടി സ്വാഗതം ചെയ്തു പോവുകയാണ്. ശ്രീ ബാലകൃഷ്ണ പണിക്കർ ശബ്ദം. ബാലകൃഷ്ണ പണിക്കരെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ബാലകൃഷ്ണ പണിക്കരെ കുറിച്ചുണ്ട്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ജ്യോതിഷ പരിഷത്തിൽ അദ്ദേഹം എന്തൊക്കെ പഠിച്ചുവോ ആ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഇവിടെ ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് നൽകി കൊടുക്കണമെന്ന ആത്മാർത്ഥതയും സത്യസന്ധമുള്ള അധ്യാപകരിൽ പ്രധാനിയാണ് ശ്രീ ബാലകൃഷ്ണ പണിക്കർ. അദ്ദേഹം രാവും പകലും ജ്യോതിഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ സംശയം തീർക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ ജ്യോതിഷ പരിഷത്ത് ഒരു പഠന കേന്ദ്രമായി മാറ്റിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹത്തിൻ്റെ സേവനം ഞങ്ങൾക്ക് വളരെയധികം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ജ്യോതിഷ പരിഷത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ ജ്യോതിഷ പരിഷത്തിൻ്റെ ഈ 50-ാം വാർഷിക ആഘോഷ സമ്മേളന വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അവിടെ തന്നെ പറയുന്ന ഒരു ബഹുമാന്യ വ്യക്തി കൂടിയുണ്ട്. അദ്ദേഹം അണിയറയിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തുകയുള്ളൂ. ഏറ്റവും മുന്നിൽ വന്ന് ഏറ്റവും പ്രധാനമായിട്ടുള്ള രംഗത്ത് വന്ന് കാര്യങ്ങൾ നിർവഹിക്കുന്ന ആ ബഹുമാന്യ വ്യക്തിയാണ് ശ്രീ മാധവൻ നമ്പൂതിരി അവർ. അദ്ദേഹം ഇതിൽ തന്നെയാണ്. പക്ഷേ ഇന്ന് ശങ്കരാചാര്യരുടെ വളരെയധികം ശങ്കരാചാര്യരെ കടത്തിവെക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ശങ്കരാചാര്യർ ഇന്ത്യക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തുവോ, സനാതന ധർമ്മങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തുവോ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിവുള്ള മകൻ വ്യക്തിയാണ് ശ്രീ മാധവൻ നമ്പൂതിരി. ഒരു 4 MA, സംസ്കൃത MA, വേദാന്ത MA, ജ്യോതിഷം MA, കൂടാതെ ഡോക്ടറേറ്റിന് വേണ്ടി ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ജ്യോതിഷ പരിഷത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു പഠന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അധ്യാപനം ജ്യോതിഷ പരിഷത്തിന് വളരെയധികം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ജ്യോതിഷ പരിഷത്ത് സാധിച്ചിട്ടുണ്ട്. ആ ഭാഗവതിശ്രീയായ ആ ഭാഗവതോത്തമനായ ശ്രീ അക്കിത്തൻ നമ്പൂതിരി ഭാഗവതിശ്രീ നൽകി ആദരിച്ച അദ്ദേഹത്തിനെ നിങ്ങൾ എന്ത് പദവി കൊടുത്താണ് ആദരിക്കുക എന്നുള്ളത് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയത് പരിഷത്തിന് കൂടെ ഒരു അഭിമാനമാണ്. അദ്ദേഹത്തിന് ജ്യോതിഷ ഗുരുനാഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ, സംസ്കൃത വേദാന്ത ഗുരുനാഥൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഞാൻ ജ്യോതിഷ പരിഷത്തിന്റെ ഈ 50-ാം വാർഷിക വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അദ്ദേഹത്തിന് ഇതുപോലെ പറയാൻ ചാൻസ് കിട്ടാറില്ല, അതുകൊണ്ട് 2 വാക്ക് അധികം പറഞ്ഞെന്ന് മാത്രം. ശിവദാസൻ നല്ലങ്കര ജ്യോതിഷ പരിഷത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന 10 വർഷം മുൻപ് പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് മുതൽ തുടങ്ങിയ പ്രവർത്തനം ഇന്നും ജ്യോതിഷ പരിഷത്തിന്റെ പ്രവർത്തക സമിതികളെ പോലും കടത്തിവെക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ബഹുമാന വ്യക്തിയാണ് ശിവദാസ് കെ നല്ലങ്കര. അദ്ദേഹത്തിനും ഞാൻ
സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ജ്യോതിഷ വർഷത്തിന്റെ എല്ലാവിധ സഹകരണത്തിനും ഇത്തരം സെമിനാറുകൾക്കും ജ്യോതിഷ വർഷത്തിന് എന്തെല്ലാം പരിപാടികളുണ്ടോ എല്ലാ പരിപാടികൾക്കും ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ നേതൃത്വവും സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ ചെയർമാനായ ശ്രീ ശിവദാസ് അല്ലങ്കര അവരുടെ ഞാൻ ജ്യോതിഷ വർഷത്തിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അതുപോലെ കുറച്ച് പേരുണ്ട്. വരുൺ കളമശ്ശേരി, ശ്യാമ്, വിനോദ് കുമാർ, എടുത്തു പറയേണ്ട പേരാണ് വിനോദ് കുമാർ ചോര. ഈ കോവിഡ് കാലഘട്ടത്തിലും വളരെയധികം തിരക്കുകൾക്കിടയിലും അദ്ദേഹം ജ്യോതിഷ വർഷത്തിന്റെ എന്തെല്ലാം പരിപാടികളുണ്ടോ ആ പരിപാടികളിലെല്ലാം തന്നെ ഒന്ന് പ്രവർത്തിച്ച് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന വ്യക്തിയാണ് വിനോദ് കുമാർ ചോര. അദ്ദേഹത്തിനെയും പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ സന്ദർഭത്തിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. അടുത്തതായി ഇന്നത്തെ വിശിഷ്ടാതിഥി ശ്രീ രമേശ് പണിക്കർ അവർക്കാണ്. ജ്യോതിഷ വർഷത്തിൽ 25 വർഷങ്ങൾക്ക് മുൻപ് 93-ലാണ് 96 കാലഘട്ടത്തിലാണ് എന്നതിൻ്റെ ഓർമ്മ. ആ കാലഘട്ടത്തിൽ ജ്യോതിഷത്തിന്റെ 3ാമത്തെ ബാച്ചിൽ ജ്യോതിഷ പഠനം ആരംഭിക്കുകയും ആ ജ്യോതിഷ പഠനത്തോടൊപ്പം തന്നെ അന്ന് കാലഘട്ടത്തിൽ തന്നെ ജ്യോതിഷം ഗവേഷണത്തിന് പ്രാധാന്യത കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ശ്രീ രമേശ് പണിക്കർ അവർ വളരെയധികം ചെറുപ്പകാലഘട്ടങ്ങളിൽ ജ്യോതിഷ രംഗത്ത് ചെയ്തു വന്ന സേവനങ്ങൾക്കാൾ കൂടുതൽ അദ്ദേഹം ഈ റിട്ടയർമെന്റിന് ശേഷവും ആ സേവനത്തിലേക്ക് അദ്ദേഹം കിടന്നിരിക്കുകയാണ്. അദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ തഹസിൽദാരാണോ അസിസ്റ്റന്റ് തഹസിൽദാരാണോ എന്നറിയില്ല. അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം കഴിഞ്ഞ പ്രാവശ്യം റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം ജ്യോതിഷ രംഗത്ത് വന്നുകയും ഇതുവരെ പഠിച്ചതായിരിക്കുന്ന അദ്ദേഹത്തിന്റെ കഴിവുകളും ഗവേഷണങ്ങളും എല്ലാം തന്നെ ജ്യോതിഷ വർഷത്തിന് വേണ്ടിയാണ് ആദ്യം സമർപ്പിക്കുന്നത്. എപ്പോഴും അദ്ദേഹം പറയും, എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതും എന്നെ ഈ ഗവേഷണ പദവിയിലേക്ക് എത്തിച്ചതും ജ്യോതിഷ രംഗത്ത് എത്തിച്ചതും ജ്യോതിഷ പരിഷത്താണ്. ആ പരിഷത്തിനോടുള്ള നന്ദി എന്നും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഇത്തരമൊരു സന്ദർഭത്തിൽ സെമിനാർ അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ വളരെ സ്വാഗതത്തോടു കൂടി സെമിനാർ അവതരിപ്പിക്കാൻ അദ്ദേഹം രംഗത്ത് വരികയും അദ്ദേഹത്തെ ജ്യോതിഷ പരിഷത്തിന് വേണ്ടിയും ഇനിയും അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളും സെമിനാറുകളും അദ്ദേഹത്തിൽ നിന്നുണ്ടാവട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിനെ ഞാൻ ഈ വേദിയിലേക്ക് പ്രബന്ധാവതരണ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഇനി ആർക്കെങ്കിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഞാൻ സ്വാഗതം പറയുന്നതാണ്. ഓരോ വ്യക്തികളും ജ്യോതിഷ പരിഷത്തിന്റെ നാഡീഞരമ്പുകളാണ് ഓരോ വ്യക്തികളും. അതോടൊപ്പം തന്നെ ജ്യോതിഷം പരിഷത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം കാലങ്ങളായി അദ്ദേഹത്തിന്റെ പൂർവികന്മാർ തുടങ്ങി വെച്ച ആ പാരമ്പര്യത്തെ ഈ നിമിഷം വരെ വളരെയധികം പ്രാധാന്യത കൊടുത്തുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും 50 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തനം തുടങ്ങും. അതിൽ പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ ഒരു ഗവേഷണ സ്ഥാപനം, ജ്യോതിഷ പരിഷത്തിന്റെ ഒരു ഗവേഷണ സ്ഥാപനം ഞങ്ങൾക്കുണ്ടാവണമെന്നും അതൊരു യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ, അംഗീകരിക്കപ്പെടുന്ന രീതിയിൽ, അത് കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടി തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുണ്ട്. അതുപോലെ സംസ്കൃത പാഠ്യപദ്ധതി തൃശ്ശൂരിൽ നിന്നും തന്നെ ആരംഭിക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ ഹൈന്ദവ ശാസ്ത്രങ്ങളിലേക്കും ജ്യോതിഷ ശാസ്ത്രങ്ങളിലും ഇന്നത്തെ ഗവൺമെന്റ് ചെയ്യുന്ന സേവനങ്ങളിൽ ഞങ്ങൾ വളരെയധികം മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറായി രംഗത്തുണ്ട്. ഇതൊക്കെ MP എന്ന നിലയിൽ ശ്രീ പ്രതാപൻ നിങ്ങളോടൊപ്പം നിൽക്കുമെന്നുള്ളതും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അദ്ദേഹത്തെ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഗവേഷണ കാര്യങ്ങളായാലും ശരി, അതോടൊപ്പം തന്നെ ജ്യോതിഷ പാഠശാലയായാലും ശരി, സംസ്കൃത പാഠശാലയായാലും ശരി, കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ അദ്ദേഹത്തിനോടുകൂടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു തരുമെന്നുള്ള ഉറപ്പും ഓടുകൂടി ഭാവി പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം വിശദവിവരങ്ങളെല്ലാം ഭാവിയെക്കുറിച്ചുള്ള വിശദ കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് അവർ ഇവിടെ പറയുന്നതായിരിക്കും. പിന്നെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളോടൊപ്പം എന്നും നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, സഹായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന 50 വർഷക്കാലത്തെ സേവനങ്ങൾക്ക് ഇനിയുള്ള കാലഘട്ടങ്ങളിലും സേവനം ചെയ്യാൻ എല്ലാ രംഗത്ത് വരുന്ന ബഹുമാന വ്യക്തികൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. ഈ വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. 500-600 പൂർവ്വ വിദ്യാർത്ഥികൾ
ജ്യോതിഷ പരിഷത്തിനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പബ്ലിസിറ്റികളും കാര്യങ്ങളും ചെയ്ത് കൊണ്ടുവരുന്നതിൽ പ്രധാനിയായി എല്ലാവിധ ഗുണങ്ങളും ഉള്ള ബഹുമാന്യ വ്യക്തികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ശ്രീകുമാർ എസ് കുറുപ്പ്, അതുപോലെ ഓരോ വ്യക്തികളുടെ പേര് പറയുകയാണെങ്കിൽ ഇന്ന് മുഴുവൻ പറയേണ്ടി വരും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു. കേരള ജ്യോതിഷ പരിഷത്ത് ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷം വഹിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കരെ ക്ഷണിക്കുന്നു. കേരള ജ്യോതിഷ പരിഷത്ത് 50ാം വാർഷിക ആഘോഷങ്ങളുടെ തുടക്കം കുറിക്കുന്ന ഈ സുദിനത്തിൽ ഇന്നിവിടെ നമ്മുടെ വേദി അലങ്കരിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള ആരാധ്യനായ തൃശ്ശൂരിൻ്റെ പ്രിയപ്പെട്ട MP ശ്രീ TN പ്രതാപൻ അവർ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാധരൻ മാസ്റ്റർ, പരിഷത്തിൻ്റെ ജനറൽ സെക്രട്ടറി കോലരി സുരേന്ദ്ര പണിക്കർ, സെക്രട്ടറി ഉണ്ണിരാജകുറുപ്പ്, പരിഷത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ K നാരായണൻ അവർ, ട്രഷറർ മധുസൂദനൻ പീച്ചിറക്കൽ, ഇന്ന് ഇവിടെ വേദി പങ്കിടുന്ന പരിഷത്തിൻ്റെ പ്രധാന അധ്യാപകൻ ഷൊർണൂർ ബാലകൃഷ്ണ പണിക്കർ, ഭാഗവത ശ്രീ മാധവൻ നമ്പൂതിരി, പൂർവ്വ വിദ്യാർത്ഥി പ്രസിഡന്റ് ശ്രീ ശിവദാസ് നിലങ്കര, സെക്രട്ടറി ശ്രീ വിനോദ് കുമാർ ചുവര, ട്രഷറർ വരുൺ KR, ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത നമ്മുടെ 2 അധ്യാപകർ ശ്രീ ആമയൂർ വേണുഗോപാൽ പണിക്കർ, ശ്രീ വിജയ രാഘവ് പണിക്കർ കോലരി, ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള പരിഷത്തിൻ്റെ വിദ്യാർത്ഥികൾ, പരിഷത്തിനോട് ഏറ്റവും അടുപ്പം കാണിക്കുന്ന ജ്യോതിഷ പ്രേമികൾ, മാധ്യമ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് കേരള ജ്യോതിഷ പരിഷത്ത് 50ാം വാർഷികത്തിലേക്ക് കടന്നെത്തുകയാണ്. കേരള ജ്യോതിഷ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന സംസ്ഥാനത്തിലുടനീളം പ്രവർത്തനം തുടങ്ങി വെച്ചിട്ട് 50 വർഷം പൂർത്തീകരിക്കുകയാണ്. ചെറിയൊരു കാലയളവ് അല്ല. 1971 കേരള ജ്യോതിഷ പരിഷത്ത് രൂപമെടുക്കുമ്പോൾ സ്വാഗത ഭാഷയിൽ പറഞ്ഞതുപോലെ തൃശ്ശൂരിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളായിരുന്ന KP നാരായണ പിഷാരി മാസ്റ്റർ, അക്കിത്തം മഹാകവി അക്കിത്തം, ശ്രീ രാമവർമ്മ തമ്പുരാൻ, അങ്ങനെ നിരവധി പേർ, ഒരുപാടുള്ള പേര് ഞാൻ ഓരോരുത്തരുടെ പേര് എടുത്തു പറഞ്ഞാൽ തീരില്ല. അത്രയധികം മഹൽ വ്യക്തിത്വങ്ങൾ, പണ്ഡിത ശ്രേണിയിലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ കൂടി രൂപം കൊടുത്ത ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് കേരള ജ്യോതിഷം. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടേക്കാവുന്ന ജ്യോതിഷ പഠന സമ്പ്രദായങ്ങളും സംസ്കൃത പഠന രീതികളും അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി വളരെ ജീവിതത്തിലെ ഒരു ഭൂരിഭാഗം സമയം ഇതിനു വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച സംഘടനയാണ് കേരള ജ്യോതിഷ പരിഷത്ത്. ആ വ്യക്തികളെ അനുസ്മരിക്കാതെ നമുക്ക് ഒരു കാലത്തും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഗതാഗത സൗകര്യങ്ങൾ വളരെ പരിമിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടി അന്നത്തെ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ AVS പണിക്കർ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷികളുടെയും ജ്യോതിഷ പ്രേമികളുടെയും ഒരു ശൃംഖല ഉണ്ടാക്കി തീർത്തു. അത് നമ്മളുടെ നാളേക്ക് വരുന്ന നമ്മളെ പോലുള്ള വ്യക്തികൾക്കായിട്ട് സമർപ്പണം ചെയ്തിട്ടാണ് അവരൊക്കെ മൺമറഞ്ഞു പോയത്. വലിയൊരു ഭാവി മുന്നിൽ കണ്ടുകൊണ്ടും കേരള ജ്യോതിഷ പരിഷത്ത് എന്ന് പറയുന്ന സംഘടന, നമുക്കറിയാം കേരളത്തിൽ തന്നെ ജ്യോതിഷ സംഘടനകൾ അനവധിയുണ്ട്, എല്ലാവരും നന്നായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
നമ്മളുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് പ്രവർത്തിക്കാൻ കിട്ടിയ ഏറ്റവും വലിയൊരു നിധിയായിട്ടാണ് കേരള ജ്യോതിഷ പരിഷത്തിനെ ഞാൻ നോക്കിക്കാണുന്നത്. നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വർഷക്കാലമായിട്ട് പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളോടുകൂടി ചേർന്ന് നിൽക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. 1971 കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ക്വാർട്ടേഴ്സിൽ ആദ്യ ശില സ്ഥാപനം ചെയ്തത് ശ്രീ കാഞ്ചി കാമകോടി മഠാധിപതി ജയേന്ദ്ര സരസ്വതി സ്വാമികളായിരുന്നു. അന്ന് ഇത്രയും വലിയൊരു വടവൃക്ഷമായിട്ട് ഇത് മാറും എന്ന് ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകർ പ്രതീക്ഷിച്ച് കാണില്ല. പക്ഷേ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജ്യോതിഷ സംബന്ധിയായ വിഷയങ്ങളിൽ ഒരു ഏകീകരണത്തിനോ ജ്യോതിഷ സംബന്ധമായുള്ള തർക്കങ്ങളിൽ ഒരു വിദഗ്ധ അഭിപ്രായം തേടുന്നതിനോ സമീപിക്കുന്നത് കേരള ജ്യോതിഷ പരിഷത്തിനെ ആണ് എന്നുള്ളതാണ് ആ പരിഷത്തിൻ്റെ വലുപ്പം നമുക്ക് കാണിക്കുന്നത്. കാലാനുസൃതമായ മാറ്റങ്ങൾ ജ്യോതിഷത്തിലായാലും ആവശ്യമാണ്. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോയാലേ ഒരു ശാസ്ത്രം സമ്പൂർണ്ണമായും അടുത്ത തലമുറയ്ക്ക് നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വലുപ്പത്തോടുകൂടി അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തിയോടുകൂടി നമുക്ക് അടുത്ത തലമുറയ്ക്ക് അടുത്ത തലമുറയ്ക്ക് പ്രദാനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതിൻ്റെ വലുപ്പം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് കേരള ജ്യോതിഷ പരിഷത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പൂർവ്വസൂരികളായിട്ടുള്ള വ്യക്തികളെല്ലാവരും തന്നെ ജ്യോതിഷത്തിനെ എങ്ങനെ നോക്കിക്കണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് കേരള ജ്യോതിഷ പരിഷത്ത്. ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തം ഇതിൻ്റെ നേതൃത്വ നിലയിൽ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. മുൻപ് ഈ സംഘടനയുമായിട്ട് മുൻപോട്ട് പോയിരുന്ന ആൾക്കാർ ചെയ്തിരുന്ന ഈ സംഘടനയോട് കാണിച്ചിരുന്ന കൂറും ആ സംഘടനയോട് ഉണ്ടായിരുന്ന മനോഭാവവും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വവും ഞാൻ കണ്ടു വളർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനടിസ്ഥാനപരമായിട്ടൊരു സത്യസന്ധത ഉണ്ടാവണം എന്ന് വളരെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ശാസ്ത്രമായിരിക്കാം പൗരാണിക ശാസ്ത്രങ്ങളിൽ. ജ്യോതിഷം പൗരാണിക ശാസ്ത്രങ്ങളുടെ കണ്ണാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു. ആ കാഴ്ചയിൽ കൂടി നമ്മൾ ലോകത്തിനെ കാണുമ്പോഴും അനുഭവങ്ങളെ വേർതിരിച്ച് മനസ്സിലാക്കുമ്പോഴും ഈ ജ്യോതിഷം എന്ന് പറയുന്ന വിഷയത്തെ ഇപ്പോഴും പിൻനിരയിലേക്ക് തള്ളാനുള്ളൊരു ശ്രമം എപ്പോഴും നടക്കുന്നുണ്ട്. അത് നമ്മളായിട്ട് അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് ഈ കാലത്തിനനുസൃതമായി ഈ ശാസ്ത്രത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടു പോകാം എന്നുള്ള ചിന്ത ഉള്ളിൽ ഇട്ട് നല്ലോണം വരട്ടിയെടുത്ത് അത് നല്ല രീതിയിൽ നമ്മൾ അടുത്ത തലമുറയ്ക്ക് പ്രദാനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു പ്രവർത്തനത്തിൻ്റെ രീതിയിലാണ് കേരള ജ്യോതിഷ പരിഷത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യമായിട്ട് പറയാനുള്ളത് 10-40 വർഷക്കാലത്തിനു മുൻപ് രൂപം കൊണ്ട ഈ സംഘടന വൈജ്ഞാനിക രംഗത്ത്, അതായത് വിദ്യാഭ്യാസ രംഗത്ത് ജ്യോതിഷവും സംസ്കൃതവും വേദാന്തവും പഠിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു ജ്യോതിഷി എങ്ങനെ ആയിരിക്കണം എന്ന് വ്യക്തമായിട്ടൊരു ധാരണ മനസ്സിൽ കൊടുത്തുകൊണ്ട് തന്നെ ഒരു ജ്യോതിഷിയെ സമൂഹത്തിലേക്ക് ഇറക്കി വിടുകയാണ്. ഒരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാനല്ല ഒരു ജ്യോതിഷി ശ്രമിക്കേണ്ടത്. ഈ കാലത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴും ഈ കാലത്തിനനുസരിച്ച് മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകുമ്പോഴും തെറ്റായ രീതിയിൽ ഒരു ഉപദേശം ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടെങ്കിൽ ഒരിക്കലും അത്തരത്തിലുള്ള രീതിയിൽ പ്രവർത്തനം നടത്തുകയില്ല എന്ന് ഉറപ്പാണ്. അത്തരത്തിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ എങ്ങനെ ഒരു ജ്യോതിഷിക്ക് നൽകാം അല്ലെങ്കിൽ ഒരു ജ്യോതിഷ അനുഭാവിക്ക് നൽകാം എന്നതിനെക്കുറിച്ച് തന്നെയാണ് കേരള ജ്യോതിഷ പരിഷത്ത് ചിന്തിക്കുന്നതും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതും. കേരള ജ്യോതിഷ പരിഷത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ 700-ൽ പരം ജ്യോതിഷികൾ ഇന്ന് സമൂഹത്തിൽ ജ്യോതിഷം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന 700-ൽ പരം ജ്യോതിഷികളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജ്യോതിഷ വിഷയം വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഈ 50 വർഷത്തിനിടയ്ക്ക് ഇത്രയും കാലം ജ്യോതിഷം കൈകാര്യം ചെയ്ത കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ ഒരു വിദ്യാർത്ഥിയെയോ അല്ലെങ്കിൽ ജ്യോതിഷ പരിഷത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ജ്യോതിഷിയെ കുറിച്ച് മോശമായിട്ടുള്ള ഒരു റിപ്പോർട്ടോ ഒരു അറിവോ ഇന്ന് വരെ പുറത്തേക്ക് കേട്ടിട്ടില്ല. അതിനർത്ഥം ശാസ്ത്രീയമായ രീതിയിൽ ഇവിടുത്തെ അധ്യാപക വൃന്ദം അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഒരിക്കലും
ജ്യോതിഷപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ ഈ അധ്യാപകർ ചെയ്യുന്ന അവരുടെ സൽപ്രവൃത്തി ഒരിക്കലും മറന്ന് സംസാരിക്കാൻ സാധിക്കില്ല. കാലങ്ങൾക്ക് മാറ്റങ്ങൾ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ ഒരുപാട് മുഖങ്ങൾ നമ്മൾ മറന്നു പോകേണ്ട ഒരു അവസ്ഥ വന്നു ചേർന്ന് കഴിഞ്ഞിരുന്നു. ആ സമയത്ത് പോലും പ്രായത്തിൻ്റെ അസ്ഥിരയൊക്കെ പലർക്കും ഉണ്ടെങ്കിൽ കൂടി ഇവിടുത്തെ അധ്യാപകർ അതെല്ലാം മറന്ന് നൂതനമായിട്ടുള്ള മാധ്യമങ്ങളിലേക്ക് കടന്നു വരികയും വളരെ വിദഗ്ധമായിട്ട് കുട്ടികൾക്ക് ആ മാധ്യമത്തിലൂടെ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ കോഴ്സ് അതിനോടുകൂടി തീർക്കുകയും ചെയ്യാൻ സാധിച്ചു. അത് കഴിഞ്ഞ വർഷം പുതിയ കോഴ്സ് കൂടെ ആരംഭിക്കുകയുണ്ടായി. ത്രിവത്സര കോഴ്സ്, ജ്യോതിഷ വിദ്യാവിശാരദ് എന്ന് പറയുന്ന വളരെ മഹനീയമായിട്ടുള്ള ത്രിവത്സര കോഴ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജ്യോതിഷ വിദ്യാവിശാരദ് എന്ന് പറയുന്ന കോഴ്സിൽ ജ്യോതിഷവും സംസ്കൃതവും വേദാന്തവും പഠിപ്പിച്ചുകൊണ്ട് ഒരു പൂർണ്ണമായ ഒരു ജ്യോതിഷിയെ നമ്മൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ജ്യോതിഷം എന്ന് പറയുന്ന വിഷയം പലരും പറയുന്ന പോലെ ഇന്നത്തെ കാലത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഇത് ആവശ്യമുള്ള കാര്യമാണ്. പലപ്പോഴും ഈ വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ ഭാവിയെക്കുറിച്ച് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം നാളെ എന്തായിരിക്കണം ജീവിതമെന്ന് തിരിച്ചറിയുന്നവർക്കെല്ലാം തന്നെ നാളത്തെക്കുറിച്ച് ആശങ്കയും ആകുലതയും ഉണ്ടാകും. ആ ആകുലത നമ്മൾ എങ്ങനെ ആയിരിക്കണം നാളെ എന്ന് ആ തിരിച്ചറിവിലേക്ക് വന്നെത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള ശാസ്ത്രങ്ങൾ കൂടിയാണ്. ആ തിരിച്ചറിവാണ് നമ്മളെ ഒരു നല്ല വ്യക്തിയാക്കി തീർക്കുന്നത്. നല്ല ജനങ്ങളെ സൃഷ്ടിക്കുക, നല്ല സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു സൽപ്രവൃത്തി കൂടി കേരള ജ്യോതിഷ പരിഷത്ത് ഈ സമൂഹത്തിൽ നടത്തുകയാണ്. ഇവിടെ 50 വർഷത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരുപാട് മഹാനുഭവന്മാരായിട്ടുള്ള വ്യക്തികൾ, നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനായിട്ടുള്ള ശ്രീ ടി.എൻ. പ്രതാപൻ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ലീഡർ ശ്രീ കെ കരുണാകരൻ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയത്, അക്കാഡമി ഹാളിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയത് എനിക്ക് ആ തരുണത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഞാൻ പ്രായം വളരെ കുറവാണ്. ആ ഒരു വേദിയിലേക്ക് ഇന്ന് ശ്രീ പ്രതാപൻ, അദ്ദേഹത്തിന് എനിക്ക് 40-ൽ കൂടുതൽ വർഷമായിട്ട് ഞാൻ പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ഞാൻ നോക്കിക്കണ്ട് സത്യത്തിൽ മനസ്സിൽ ആഹ്ലാദമുള്ളൊരു വ്യക്തി കൂടിയാണ്. കാരണം ഒരു വ്യക്തി ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനുള്ള ഉത്തമ ഉദാഹരണം തന്നെയാണ് ശ്രീ ടി.എൻ. പ്രതാപൻ അവർ. ഞാൻ SN കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അന്ന് കലാലയങ്ങൾ മുഴുവൻ SFIയുടെ രാഷ്ട്രീയം പറയാറില്ല കേട്ടോ, SFIയുടെ ക്യാമ്പസുകളായിരുന്നു എന്നല്ല. അന്ന് പ്രതാപൻ ചിലപ്പോൾ ഓർമ്മകളൊന്നും അറിയില്ല, കാരണം അനവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് KSUവിന് സത്യം പറഞ്ഞാൽ അതിൻ്റെ അണികൾ വളരെ കുറവായിരുന്നു. ആ സമയത്ത് ഞാനിന്ന് ഇന്നും മനസ്സിലാക്കാൻ കാണുകയാണ്, SN കോളേജിൻ്റെ വരാന്തയിലൂടെ ഒറ്റയ്ക്ക് മുദ്രാവാക്യം, KSUവിന് വേണ്ടി ഒറ്റയ്ക്ക് മുദ്രാവാക്യം വിളിച്ച് മുന്നേറിക്കൊണ്ടിരുന്ന ഒരു വളരെ ചടച്ച് മെലിഞ്ഞ് ചെറിയ താഴേക്ക് വെച്ചിട്ടുള്ള ഒരു പയ്യൻ്റെ രൂപം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. മറക്കാൻ പറ്റില്ല ആ വ്യക്തിത്വത്തിന്. കാരണം ആ ഒരു വ്യക്തിത്വം പിന്നീട് വലുതായി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ MP ആയി തീർന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നു. വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് ഒരുമിച്ച് ജീവിച്ച് ഒരു സമകാലീനായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. അതൊരു വലിയ ഭാഗ്യമല്ലേ. പരിചയമുള്ള വ്യക്തികൾ മഹൽ വ്യക്തികളായിട്ട് മാറുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും അതിൻ്റെ ഒരു ഉൾക്കാമ്പിൽ ആ ഒരു തെളിച്ചുകൊണ്ടാവും എന്നുള്ള കാര്യത്തിൽ ആ സംശയമില്ല. അങ്ങനെ നമ്മുടെ മുമ്പിൽ വളരെ തെളിഞ്ഞൊരു വ്യക്തിത്വമായിട്ടിരിക്കുന്ന ശ്രീ പ്രതാപൻ അവർ നമ്മുടെ വേദിയിൽ പങ്കെടുന്നു. ഒരുപാട് പേര്, ദക്ഷിണാമൂർത്തി സ്വാമികൾ, പറഞ്ഞാൽ തീരാത്ത ഓ രാജഗോപാൽ നാളുകൾ, പിന്നെ അങ്ങനെ പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ നാളെ മരണപ്പെട്ട നമ്മുടെ നെല്ലൂടി വേണു, ഒരുപാട് പേര്, ഒരുപാട് പേര് നിങ്ങളൊക്കെ ഒരുപാട് പേര് കണ്ടിരിക്കും. അതിന് മുൻപ് ഉള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മഹൽ വ്യക്തികൾ വേദി പങ്കിട്ടിട്ടുള്ള ഒരു വേദി കൂടിയാണിത്. ഈ വേദിയിൽ നമുക്ക് നിന്ന് 2 വാക്ക് സംസാരിക്കാൻ സാധിക്കുന്നത് തന്നെ ജീവിതത്തിൻ്റെ മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എന്തായിരുന്നാലും ഇന്നിവിടെ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ പ്രവർത്തന രംഗങ്ങളിൽ വളരെ
അത്യുജ്വലമായിട്ട് ഞാൻ ആ ഒരു വാക്ക് അത്യുജ്വലമായെന്ന് ഇൻവിറ്റേഷൻ ചേർക്കാൻ തന്നെ കാരണം കേരള ജ്യോതിഷ പരിഷത്തിന്റെ പ്രവർത്തനം ഇന്ന് അത്യുജ്വലമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇന്ന് കേരള ജ്യോതിഷ പരിഷത്തിന്റെ വിദ്യാർത്ഥി സമൂഹം നമ്മുടെ കൂടെയുണ്ട്. കേരള ജ്യോതിഷ അനുഭാവികൾ നമ്മുടെ കൂടെയുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടന കേരള ജ്യോതിഷ പരിഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി സംഘടന വളരെ ശക്തിയായിട്ട് ഞങ്ങൾ കൂടെ നിന്ന് പ്രവർത്തിക്കുകയാണ്. അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാൻ ഈ ഇത്രയും മഹനീയമായിട്ടുള്ള ഇത്രയും അറിവ് പകരുന്ന വൈജ്ഞാനിക രംഗത്ത് ഇത്രയും ഉന്നതിയുള്ള ഒരു സംഘടന അടുത്തൊരു തലമുറയ്ക്ക് കൈമാറാൻ നമുക്ക് വളരെ സന്തോഷപൂർവ്വം കൈമാറാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വളരെ 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 സന്തോഷത്തോടു കൂടിയിട്ട് 50ാം വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം ഈ വേദിയിൽ നടക്കുകയാണ്. ഇനി തുടർന്ന് വരുന്ന 12 മാസങ്ങളിൽ നമ്മൾ ഉദ്ഘാടന കർമ്മത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് വരുന്ന 11 മാസങ്ങളിൽ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ആ സെമിനാറുകൾ ജ്യോതിഷ പണ്ഡിതന്മാരുണ്ട്. അക്കാഡമിക് ലെവലിൽ വളരെയധികം വൈസ് ചാൻസലേഴ്സ്വരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് അറിവുകൾ പകരാനുള്ള അവരുടെയെല്ലാം നമുക്ക് സമയം അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. ഇവരെയെല്ലാം നമ്മൾ വിളിച്ച് നല്ലൊരു വേദി അവരെയെല്ലാം അവരുടെ വാക്കുകൾ ശ്രമിക്കാനായിട്ടൊരു വേദി ഒരുക്കുകയാണ്. ഈ അവസരം ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ഇതിനോട് താല്പര്യമുള്ളവർ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇവിടെ സൗകര്യത്തിൻ്റെ പരിമിതികളുണ്ടെങ്കിലും ഈ അങ്കണത്തിൽ വെച്ച് നടത്തണമെന്നുള്ളത് കേരള ജ്യോതിഷ പരിഷത്തിന്റെ പ്രവർത്തകരുടെയും പൂർവ്വ വിദ്യാർത്ഥി പ്രവർത്തകരുടെയും ഒരു ആഗ്രഹമാണ്. കാരണം ഈ വേദി ഇവിടെ തന്നെ നടത്തണം. ഇവിടെ തന്നെ നടത്തുമ്പോൾ ഈ സ്ഥാപനത്തിന്റെ യശസ് വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായിരുന്നാലും സംസ്ഥാനത്തിലുടനീളം പ്രവർത്തിക്കുന്ന കേരള ജ്യോതിഷ പരിഷത്ത് എന്ന് പറയുന്ന ഈ സംഘടന ഇനിയും ഉയരങ്ങളിലേക്ക് പോകുവാൻ ജഗദീശൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രവർത്തനങ്ങളിൽ ഇനിയും പ്രഗത്ഭമതികളായിട്ടുള്ള വ്യക്തികൾക്ക് വന്ന് അവരുടെ കഴിവുകളും പാഠവും കഴിയുമാറാകട്ടെ. നേരത്തെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ നിൽക്കുന്നുണ്ട്. അതായത് ABS മെമ്മോറിയൽ അസ്ട്രോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സംഘടന ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നത് ഗവേഷണ വിദ്യാർത്ഥികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് നല്ലൊരു ലൈബ്രറി ഉണ്ട്. അതോടൊപ്പം തന്നെ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത്, നമ്മൾ ലൈബ്രറിയിലേക്ക് ഒരുപാട് പുസ്തകങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കളക്ട് ചെയ്ത് കുറേ പുസ്തകങ്ങൾ ഇന്ന് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ സെക്രട്ടറി വിനോദ് ചോര ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വേദിയിൽ വെച്ചിട്ട് പരിഷത്തിന് കൈമാറുന്നുകൂടിയിട്ട് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന അറിവിൻ്റെ ലോകത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ യോഗത്തിൽ ഇത് കഴിഞ്ഞ വർഷം പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നൽകുന്നുണ്ട്. അത് പൊതു സമ്മേളനത്തിൽ വെച്ച് നൽകാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ കോവിഡിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് കുറച്ചുകൂടി നീട്ടിപ്പിടിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് അവർക്ക് ആ സർട്ടിഫിക്കറ്റ് പലയിടത്തും ആവശ്യം വരുന്നു. അപ്പോൾ കേരള ജ്യോതിഷ പരിഷത്തിൻ്റെ സർട്ടിഫിക്കറ്റിന് മൂല്യം വർദ്ധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇനിയും ഒരുപാട് നേരം ഞാൻ സംസാരിക്കുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട MP അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത് എനിക്ക് എത്രത്തോളം എൻ്റെ ഹൃദയം തുറന്നു വയ്ക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ 2-3 തവണ അദ്ദേഹത്തെ വിളിച്ചു വേറെ ഒന്നുമല്ല, മറക്കരുത് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ എന്നോട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ വരും, ഞാൻ എന്തായാലും വരും, കാരണം നമ്മൾ സഹോദരങ്ങളല്ലേ. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ സഹോദരങ്ങളല്ല, ഞാൻ വരും എന്നൊരു വാക്കിനോട് പറഞ്ഞു. അത് എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രിയ ധർമ്മിണി അദ്ദേഹത്തിന് പെട്ടെന്ന് സുഖമില്ലാതായി ഹോസ്പിറ്റലിലേക്ക് അവിടെ മകനെ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം ഈ വേദിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളോടുള്ള ആ ഒരു അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള അടുപ്പം ഞാൻ വല്ലാതെ മനസ്സിലേക്ക് അത് കൊള്ളുകയാണ്. എന്തായിരുന്നാലും ഇതിൽ കൂടുതൽ നന്ദി പറയാൻ എനിക്കില്ല. എൻ്റെ എല്ലാവിധ നന്ദിയും ഞാൻ പറയുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ വളരെ ഉറ്റ സുഹൃത്തായിട്ടുള്ള TN പ്രതാപൻ അവർക്ക്. എന്തായിരുന്നാലും കൂടുതൽ വെച്ച് നീട്ടുന്നില്ല. ഇനിയും ഒരുപാട് ചടങ്ങുകളും ഒരുപാട് സംസാരിച്ച് കൂടുതലായി നമുക്ക് സംശയം. എൻ്റെ ജനറൽ സെക്രട്ടറി എന്നെ ഉപദേശിച്ചു, പ്രസിഡന്റ് സംസാരിക്കുമ്പോൾ വളരെ കുറച്ച് വാക്കുകളെ സംസാരിക്കുള്ളൂ, അങ്ങനെ പോരാന്ന് പറയാൻ ഉപദേശിച്ചു ഒരു 10 മിനിറ്റ് മുമ്പ്. അപ്പം ഞാനത് വിചാരിച്ചിട്ടല്ല പറഞ്ഞത്, പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാണ്. അപ്പം എന്തായാലും ആ ഒരു രൂപത്തിലേക്ക് ഞാൻ അധികം പോകണില്ല. എന്തായാലും ഞാൻ അടുത്ത ചടങ്ങിലേക്ക് കടക്കാം. ആദരണീയനായ നമ്മുടെ ബഹുമാന്യ സുഹൃത്ത് പരിഷത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രീ
TN പ്രതാപൻ MP അവർകളെ ഈ കേരള ജുഡീഷ്യൽ 50ാം വാർഷിക ചടങ്ങുകളുടെ ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് സാദരം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. योगानां प्रलयोदयस्थितिविभुश्चाने कथाय श्रुतौ वाचं नः सदभात्वनेककिरण त्रैलोक्यदीपो रवि ॐ असतो मा सद्गमय तमसो मा ज्योतिर्गमय मृत्योर्मा अमृतं गमय ॐ शान्ति 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 കേരള ജ്യോതിഷ പരിഷത്ത് കേരള ജ്യോതിഷ പരിഷത്ത് 50 വർഷം പിന്നിടുമ്പോൾ ഒരു വർഷത്തെ സെമിനാറുകളുടെയും പ്രബന്ധാവതരണങ്ങളുടെയും ഒരു ജ്ഞാന ആശീർവചസ്സുകൾ ചൊല്ലി. പ്രിയമുള്ളവരെ, പ്രിയങ്കരായ കേരള ജ്യോതിഷ പരിഷത്ത് കേന്ദ്ര സമിതിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AU രവിരാമ പണിക്കർ, ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി കോലഴി സുരേന്ദ്ര പണിക്കർ, നമ്മളെല്ലാവരുടെയും അഭിമാനമായ, ഒരുപക്ഷെ കേരളത്തിൽ ഇത്ര സ്വാഗത പ്രസംഗത്തിന് സുരേന്ദ്ര പണിക്കർ സൂചിപ്പിച്ച പോലെ വളരെ തലയെടുപ്പുള്ള കവികളെയും സംഗീത സംവിധായകരെയും എടുത്തു വെച്ചാൽ അതിൽ പ്രഥമ സ്ഥാനത്ത് വരാൻ എന്തുകൊണ്ടും അർഹതയുള്ള സാധാരണ പച്ച മനുഷ്യന്റെയും മണ്ണിന്റെയും ജീവിതത്തിന്റെയും ഹൃദയം തൊട്ടറിഞ്ഞിട്ടുള്ള, എന്നെ പോലെയുള്ള ആളുകൾ വളരെ ആരാധനയോടുകൂടി ബഹുമാനിക്കുന്ന പ്രിയനായ കവിയും സംഗീത സംവിധായകനുമായ വിദ്യാധരൻ മാസ്റ്റർ. വിദ്യാധരൻ മാസ്റ്റർക്ക് തിങ്കളാഴ്ച കെ രാഘവൻ മാസ്റ്ററുടെ നാമധേയത്തിലുള്ള 2ാമത് പുരസ്കാരം, 1ാമത് പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്കാണ് ലഭിച്ചത്. വൈകുന്നേരം 4 മണിക്ക് തൃശ്ശൂർ സാഹിത്യ അക്കാദമിയിൽ വെച്ച് സമർപ്പിക്കപ്പെടുകയാണ്. ഞാനിവിടെ നേരത്തെ സുരേന്ദ്ര പണിക്കർ സൂചിപ്പിച്ച പോലെ വിദ്യാധരൻ മാസ്റ്റർക്ക് അർഹമായ അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുകയാണ്. ഞാനിവിടെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ രഘുരാമ പണിക്കരുടെ അധ്യക്ഷതയിൽ കൂടുന്ന ഈ ജ്യോതിഷ പരിഷത്തിന്റെ 50ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് പറയുന്നു, ഇന്ത്യ രാജ്യത്തിന്റെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ പത്മശ്രീ ലഭിക്കുന്ന പട്ടികയിലേക്ക് പ്രിയങ്കരനായ വിദ്യാധരൻ മാസ്റ്റർ നാമം കേന്ദ്ര സർക്കാരിന്റെ കയ്യിൽ, പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും കയ്യിൽ, നിങ്ങളെല്ലാവരുടെയും ഒരു കുടുംബാംഗം എന്ന നിലയിലും അതിനേക്കാൾ പുറത്ത് വിദ്യാധരൻ മാസ്റ്ററുടെ ഒരു ആരാധകൻ എന്ന നിലയിലും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും അടുത്ത് വിദ്യാധരൻ മാസ്റ്റർ പത്മ പുരസ്കാരം നൽകണമെന്ന് അഭ്യർത്ഥിക്കുമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭിമാനത്തോടെ നിങ്ങളുമായി പറഞ്ഞു. ഇവിടെ സന്നിഹിതനായിട്ടുള്ള പ്രിയങ്കരായ വൈസ് പ്രസിഡന്റ് KA നാരായണേട്ടൻ, പ്രിയമുള്ള സെക്രട്ടറി ഉണ്ണിരാജ കുറുപ്പ്, പ്രിയമുള്ള ട്രഷറർ
എൻ്റെ സുഹൃത്ത് മധുസൂദനൻ, പ്രിയപ്പെട്ട മഹാരാഷ്ട്ര പണിക്കർ ഷൊർണൂർ, പ്രിയപ്പെട്ട ശിവദാസൻ കെ, ഇതുവരെ ക്ലാസ് എടുക്കുന്ന എൻ്റെ സ്നേഹിതൻ നാട്ടിക ശ്രീനാരായണ കോളേജിൽ എൻ്റെയൊക്കെ ജൂനിയറായി പ്രിയപ്പെട്ട രഘുരാമ പണിക്കരുടെ ഒക്കെ ജൂനിയറായി പഠിച്ചിട്ടുള്ള രമേശ് പണിക്കർ, ദേവി പ്രസാദ്, വിനു. ഇവിടെ വളരെ സന്തോഷമുള്ള കാര്യം, നമ്മളതൊരു പ്രതിഭയാണ് ഈ പരിപാടി നമ്മളെല്ലാവരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. മാധവൻ നമ്പൂതിരി, കിഴക്കേടത്ത് മലയിലെ മാധവൻ നമ്പൂതിരി അഭിമാനത്തോടു കൂടെയാണ് ഈ 50ാം വാർഷിക സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരും മുന്നിൽ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുന്നത്. 18 പുരാണങ്ങൾ വായിച്ചിട്ടുള്ള കേരളത്തിലെ ഈ തലമുറയിൽപ്പെട്ട ആദ്യ വ്യക്തിയാണ് പ്രിയപ്പെട്ട മാധവൻ നമ്പൂതിരി എന്ന കാര്യം സന്തോഷത്തോടെ കൂടെ പറഞ്ഞത്. 5 വിഷയങ്ങളിൽ MA എടുത്തിട്ടുള്ളതാണ് മാധവൻ നമ്പൂതിരി. മാത്രമല്ല PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സംസ്കൃതത്തിലെ ജ്യോതിഷത്തെക്കുറിച്ച് സംസ്കൃതവും ജ്യോതിഷവും എന്ന വിഷയത്തെ ആസ്പദമാക്കി PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മാധവൻ നമ്പൂതിരി, ഈ കേരളത്തിലെ ഏറ്റവും മിടുക്കനായ PhD ലഭിക്കുന്ന ഡോക്ടറായി മാറട്ടെ. പ്രിയപ്പെട്ട രഘുരാമ പണിക്കൊണ്ടിരിക്കുന്ന അഭ്യർത്ഥന, മാധവൻ നമ്പൂതിരിക്ക് PhD കിട്ടുമ്പോൾ ജ്യോതിഷ പരിഷത്തിന് സ്വീകരണം കൊടുക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവർക്ക് എന്നെയും കൂടി വിളിക്കണം എന്ന് അന്ന് ഞാൻ കുറേ കൂടി മാധവൻ നമ്പൂതിരിയെ കുറിച്ച് പറയും. എന്നെ കൂടി വിളിക്കണമെന്ന് ഞാൻ അഡ്വാൻസ് ആയി അപേക്ഷ പ്രിയപ്പെട്ട കേന്ദ്ര സമിതിയുടെ പ്രസിഡന്റിന്റെ മുന്നിൽ സമർപ്പിക്കുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ സുരേന്ദ്ര പണിക്കര് സ്വാഗതം നന്നായി പറയാം. ഞാൻ ധരിച്ചത് ഞാൻ വർഷങ്ങളായി രഘുരാമ പണിക്കരെ നേരിട്ട് അറിയുന്നതാണ്, വളരെ വർഷങ്ങളായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട്, സഹോദരന്മാരോട് ഉൾപ്പെടെ വളരെ കുട്ടിയായിരുന്ന കാലത്ത് ഞാൻ എൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം അദ്ദേഹത്തിന്റെ തറവാട്ടിൽ പോയി പരിചയവും അന്ന് മുതലേ ഒരു ആത്മബന്ധം ആ കുടുംബവുമായി ഉള്ള ആളാണ്. അതിന് പക്ഷേ രഘുരാമ പണിക്കർക്ക് പോലും അറിയുമോ, അത്തരത്തിലുള്ളൊരു ബന്ധം എനിക്കുണ്ടെന്നുള്ളത് അറിയുമോ എന്ന് അറിഞ്ഞുകൂടാ. സുഹൃത്തും പിന്നെ ഒരു ആത്മബന്ധു എന്ന നിലയിലേക്കാൾ അപ്പുറത്ത് വളരെ ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളോടൊപ്പം കുടുംബത്തിൽ വരാൻ അവസരം ഉണ്ടായിട്ട് ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ രഘുരാമ പണിക്കർ ഇത്രയും നന്നായി കാര്യങ്ങൾ പറയുമെന്ന് ഞാൻ ഇന്ന് എനിക്ക് ബോധ്യമായി. ഇത്ര നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, തന്നെ വിശ്വാസപൂർവം ഈ ആളുകളെ ഏൽപ്പിച്ചൊരു കാര്യം അത് സത്യസന്ധമായും ഭംഗിയോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി എങ്ങനെ നടത്തുന്നു എന്നുള്ളത് ഇങ്ങനെ അച്ചടിച്ച് തയ്യാറാക്കിയ ഒരു മനോഹരമായ കാവ്യശില്പം പോലെയാണ് പ്രിയപ്പെട്ട രഘുരാമ പണിക്കർ അധ്യക്ഷ പ്രസംഗത്തിലൂടെ അവതരിപ്പിച്ചത്. ഞാൻ അദ്ദേഹം ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ പറയുന്നത്, ഞാൻ അദ്ദേഹത്തിന് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം മുഖ്യാതിഥിയായ ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. നിരവധി സമ്മേളനങ്ങളിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായി ഒരു ശില്പഭംഗിയോടുകൂടി ഒരു ശാസ്ത്രീയമായി ഒരു സംഘടനയെ, ഒരു പ്രസ്ഥാനത്തെ, അതും ഒരു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനത്തെ എങ്ങനെ ആധുനിക കാലഘട്ടവുമായി ചേർത്തുകൊണ്ട് പുതിയ തലമുറയ്ക്ക് അതിന് വൈജ്ഞാനിക കേന്ദ്രങ്ങൾ പങ്കുവെച്ചു കൊടുക്കണം എന്നതിനുള്ള ഒരു ദീർഘവീക്ഷണമുള്ള ഒരാളെ തന്നെയാണ്, അർഹനായ ഒരാളെയാണ് നിങ്ങളതിന്റെ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നിങ്ങളെല്ലാവരും പേരിൽ ആരോഗ്യ സൗഖ്യം നേടാൻ കൂടി അവസരം ഉപയോഗിക്കുക. ഞാനത് നിർമ്മിപ്പിക്കുന്നില്ല. ഇവിടെ വന്ന് കേട്ട് മനസ്സിലാക്കിയപ്പോൾ ഉള്ളത്, ജ്യോതിഷം ഒരു ശാസ്ത്രമാണ്. ജ്യോതിഷത്തെ ആരും അന്ധവിശ്വാസമായി കാണേണ്ടതില്ല. ഈ പ്രകൃതിയുമായി ഏറെ ബന്ധമുള്ളതാണ് ജ്യോതിഷം, നക്ഷത്രങ്ങളുമായി ഏറെ ബന്ധമുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ ചരാചരങ്ങളെയും കൂട്ടിയും കിഴിക്കുന്ന ഒരുപക്ഷെ ഒരു അരിത്തമാറ്റിക്സ് കൂടിയാണ് ജ്യോതിഷം. ആകാശത്തെ നക്ഷത്രങ്ങളുടെ സ്ഥാന ചലനങ്ങൾ വ്യതിയാനമുണ്ടാകുമ്പോൾ, ആകാശത്തെ നക്ഷത്രങ്ങളിൽ പുതിയ പുതിയ തിളക്കങ്ങൾ ഉണ്ടാകുമ്പോൾ, ആകാശത്തെ നക്ഷത്രങ്ങളുടെ തിളക്കങ്ങളും സൂര്യന്റെയും ചന്ദ്രന്റെയും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ എങ്ങനെ ഭൂമിയിലേക്ക് വരുന്നു, ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും തമ്മിലുള്ള സഞ്ചാരപഥങ്ങളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയെയും എങ്ങനെ കണക്ക് കൂട്ടി ഇന്നലത്തെയും മെലിയാനത്തെയും നാലാമത്തെയും പോയ കാലത്തിന്റെയും കണക്കുകൾ വരെ ശേഖരിച്ച് അതിന്റെ ഗുണപാഠങ്ങൾ ഒന്നിച്ചു ചേർത്ത് വർത്തമാന കാലത്തേക്ക് കൂട്ടിക്കിഴിച്ചു കൊണ്ടുവരുന്ന ഒരു മനോഹരമായ ശാസ്ത്രമാണ് ജ്യോതിഷം എന്ന കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്.
ഈ ജ്യോതിഷത്തെ അന്ധവിശ്വാസവുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ഇതിന് അന്ധവിശ്വാസമായി കൂട്ടിക്കുഴയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതിനെ അറിയാൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. അറിഞ്ഞ് പഠിച്ച് ഇതിന്റെ സഞ്ചാരപഥങ്ങളിൽ സത്യസന്ധമായി യാത്ര ചെയ്യുന്ന ഒരാൾ ഇതിനെ അന്ധവിശ്വാസമാണെന്ന് പറയില്ല. കാരണം ഇത് പ്രകൃതിയുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ ലോകത്തെ എല്ലാ ശാസ്ത്ര ഗവേഷണങ്ങളും ആകാശത്തും ചന്ദ്രനിൽ മനുഷ്യൻ പോകുമ്പോഴായാലും നക്ഷത്രങ്ങളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ശാസ്ത്ര ഗവേഷകന്മാരായാലും ഏത് ശാസ്ത്ര ഗവേഷകന്മാരും അവരുടെ ശാസ്ത്ര ഗവേഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഈ ഭൂഗോളത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ശാസ്ത്ര ഗവേഷണം നടത്തുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു റോക്കറ്റ് ഉണ്ടാക്കി ആ റോക്കറ്റ് നേരെ വിക്ഷേപിക്കുന്നത് വെറുതെ ഒരു തീപ്പെട്ടിക്കൊള്ളി കൊണ്ട് തീ കൊടുത്ത് പടക്കം പൊട്ടിക്കുന്ന ലാഘവത്തോടു കൂടി അല്ല. ഒരു റോക്കറ്റ് കേന്ദ്രത്തിൽ റോക്കറ്റ് ഉണ്ടാക്കി ആ റോക്കറ്റ് ഏത് ഭ്രമണപഥത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ ആ ഭ്രമണപഥത്തിലേക്ക് പോകുന്നത് ഏതൊക്കെ നക്ഷത്രങ്ങളെ സ്പർശിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഓരോ നക്ഷത്രങ്ങളുടെയും എത്ര കാതം പിന്നിട്ടും എത്ര കാതം മുന്നിലും പിന്നിലും ഇരു വശങ്ങളിലുമായാണ് റോക്കറ്റ് പോകേണ്ടതെന്നത് സംബന്ധിച്ച് ശാസ്ത്ര ഗവേഷണശാലകളിൽ ഇരുന്ന് ഭൂതക്കണ്ണാടി വെച്ച് ശാസ്ത്ര ഗവേഷണം നടത്തിയിട്ടാണ് ഈ ലോകത്തെ എല്ലാ ശാസ്ത്രജ്ഞന്മാരും, അത് ഭൗമശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ ആകാശ ഗവേഷണ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെ മുഴുവൻ ശാസ്ത്രജ്ഞന്മാരും ഒരു റോക്കറ്റ് വിക്ഷേപണം പോലും നടത്തപ്പെടുന്നത്. അതേപോലെ തന്നെയാണ് ആത്മാവിന്റെ റോക്കറ്റ് വിക്ഷേപണമാണ് ജ്യോതിഷം എന്നുള്ള കാര്യം ജ്യോതിഷത്തെ അറിയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായും ബോധ്യമാണ്. വെറുതെ ഇരുന്നു കൊണ്ട് ആർക്കെങ്കിലും ഒരു പ്രവചനം നടത്താൻ പറ്റുന്നതല്ല ജ്യോതിഷം. അങ്ങനെ പ്രവചനം നടത്താൻ പറ്റുന്നവരെയാണ് നേരത്തെ രഘുരാമ പണിക്കർ സൂചിപ്പിച്ചത്. ജ്യോതിഷത്തിന്റെ ശാസ്ത്രത്തെ ഏറ്റവും ആധുനികമായി അറിയാനും പഠിക്കാനും വേണ്ടി ഇവിടെ ഗവേഷണ പഠന കേന്ദ്രം ഉണ്ട് എന്ന് സൂചിപ്പിച്ചത് ഇതിനെ ആരും ദുർബലപ്പെടുത്തി വേറെ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ആകാശത്തെ സൂര്യനെ കുറിച്ചും ആ ചന്ദ്രനെ കുറിച്ചും നക്ഷത്രങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ച് ഏത് നക്ഷത്രം എവിടെ, ആ നക്ഷത്രത്തിന്റെ ദിശ എവിടെയാണ്, ഇത് മലയാളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തെല്ലായിടത്തും നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും സൂര്യചന്ദ്രന്മാരെ കുറിച്ചുള്ള ഗവേഷണങ്ങളും മേഘചലനങ്ങളെ കുറിച്ചുള്ള ഗവേഷണങ്ങളും ഭൂമിയെ കുറിച്ചുള്ള പഠനവും ഭൂമിക്കടിയിൽ കിടക്കുന്ന ഓരോ ദ്രാവകങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളും ഒക്കെ ലോകത്ത് എല്ലായിടത്തുമുണ്ട്. ഇവയെല്ലാം അറിഞ്ഞും അതിനെക്കുറിച്ച് തീർച്ചയായും ഗവേഷണ ബുദ്ധിയോടുകൂടി പഠിച്ചും മാത്രമേ ഒരു ശരിയായ ജ്യോതിഷി ആകാൻ വേണ്ടി പറ്റുള്ളൂ. ആ ശരിയായ ജ്യോതിഷിയുടെ അന്വേഷണാത്മക ഭ്രമണപഥത്തിലാണ് ഈ പ്രിയപ്പെട്ട കേരള ജ്യോതിഷ പരിഷത്ത് എന്ന കാര്യം ഈ 50-ാം വാർഷികത്തിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ ശാസ്ത്ര ഗവേഷണ പഠനത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകണം. ജ്യോതിഷവും സംസ്കൃതവും വേദവും സമന്വയിപ്പിച്ചുകൊണ്ട്, ജ്യോതിഷം സംസ്കൃതം വേദം ഇത് മൂന്നും സമന്വയിപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു ശാസ്ത്ര പഠന ശൃംഖലയാണ് അല്ലെങ്കിൽ സംവിധാനമാണ് ഇവിടെ രഘുരാമ പണിക്കർ. ഞാനത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മൂന്നും ജ്യോതിഷവും സംസ്കൃതവും വേദവും സമന്വയിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ കാലത്തിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് ഒപ്പം സഞ്ചരിച്ച് കാലത്തിനൊപ്പം മനസ്സ് സഞ്ചരിക്കുന്നവനെ അപ് ടു ഡേറ്റ് ആയ ഒരു ജ്യോതിഷിയാവാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടെ രഘുരാമ പണിക്കർ. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇങ്ങനെ ഈ പിൻഡ്രോപ്പ് സൈലന്റിൽ കേട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ ചെവി കൂർപ്പിച്ച് വെച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് ബോധ്യമായത് ഈ ശാഖയെ ഏറ്റവും ആധുനികമായ രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അതിന് ഒരു കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടു കൂടിയുള്ള ഞാനിവിടെ പ്രിയപ്പെട്ട സുരേന്ദ്ര പണിക്കരോടും ഉൾപ്പെടെ പറയണം, രഘുരാമ പണിക്കരുടെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇതൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുന്നതിന് വേണ്ടിയുള്ള പ്രപ്പോസൽ തയ്യാറാക്കണമെന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുക. ഇത് ഞാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസത്തിന്റെ HRD എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ വിദ്യാഭ്യാസത്തിന്റെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള അംഗമാണ്. കേരളത്തിൽ ആ ഒരു MP ഉള്ളൂ. ലോകസഭയിൽ 20 മെമ്പർമാരും രാജ്യസഭയിൽ 9 മെമ്പർമാരും ഉൾപ്പെടെ 29 മെമ്പർമാർ ലോകസഭ രാജ്യസഭയിൽ ഉള്ളതിൽ ഏക മകന കേരളത്തിലെ മലയാളി MP ഞാനാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. ആ ഒരു പ്രപ്പോസൽ നന്നായി പഠിച്ച് തയ്യാറാക്കി ശാസ്ത്രം തയ്യാറാക്കി തന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്ത് നിങ്ങൾ ഡൽഹിയിൽ ഒന്നുകിൽ ഈ പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കും, അത് ഡിസംബർ മാസം 23 വരെയുണ്ട്. ഒന്നുകിൽ ആ സന്ദർഭത്തിൽ അല്ലെങ്കിൽ അടുത്ത സെഷൻ തുടങ്ങുന്ന സന്ദർഭത്തോടു കൂടി അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ സന്ദർഭത്തോടു കൂടി
നിങ്ങൾ ഡൽഹിയിൽ വരികയാണെങ്കിൽ ആ ഡൽഹിയിൽ വെച്ച് നമുക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ കാണാം. ഇവിടെ ഒരു ഇത്തരത്തിലൊരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രമുണ്ട്. ആ ശാസ്ത്ര ഗവേഷണ കേന്ദ്രം നേരെ സൂചിപ്പിച്ച ജ്യോതിഷവും സംസ്കൃതവും വേദവും സമന്വയിപ്പിക്കുന്ന കേന്ദ്രമാണ്. ഇതിനൊരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കണം. ആ ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യമൊക്കെ ജ്യോതിഷ പരിഷത്ത് വേണമെന്ന് വിചാരിച്ചാൽ ഏത് ചക്കയും വേരുകൾക്കായിപ്പിക്കാൻ പറ്റും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. അതിന് മുൻകൈ എടുക്കണം. കൂടെ ഉണ്ടാകും, വാക്കായിട്ടല്ല, വെറുതെ വാക്കായി നോട്ടമായിട്ടല്ല. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒരു ആത്മബന്ധു എന്ന കാരണം ഇവിടെ ഇരിക്കുന്ന രഘുരാമ പണിക്കർ തുടങ്ങി ഈ വേദിയിൽ സദസ്സിൽ ഇരിക്കുന്ന നിരവധി പേര്, തൃശ്ശൂർ ജില്ലയിലുള്ള മഹാഭൂരിപക്ഷം പേര് വ്യക്തിപരമായി നേരിട്ട് തൊട്ടറിയാൻ അനുഭവം ഭാഗ്യമുണ്ടായിട്ടുള്ള നിങ്ങളുടെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നത്. നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് നേതക്കം വരെയും നിങ്ങളുടെ കൂടെ കേന്ദ്ര ഗവൺമെന്റിൽ ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിലുള്ള ഇടപെടലിൽ നിങ്ങൾക്ക് പരിപൂർണമായും വിശ്വസിക്കാം എന്ന് ഞാൻ സ്നേഹത്തോടെ കൂടെ പറയുന്നു. അതുകൊണ്ട് ഈ 50ാം വാർഷിക സമ്മേളനത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിടുകയാണ്. അരനൂറ്റാണ്ടിന്റെ ജൂബിലി ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ നാം എടുക്കുന്ന ആദ്യത്തെ പ്രമേയം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്യോതിഷവും സംസ്കൃതവും വേദവും ചേർത്തുകൊണ്ടുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി കേരള ജ്യോതിഷ പരിഷത്തിന്റെ കീഴിൽ ആരംഭിക്കണം. പിന്നെ ഒരു കൂട്ടിച്ചേർക്കൽ കൂടി ചേർത്തിട്ടുണ്ട്. ജ്യോതിഷം, സംസ്കൃതം, വേദം, ഗണിതം മൂന്നും കൂടി, നാലാമത്തെ ഒന്നും കൂടി ചേർത്തുണ്ട്. യെസ്, ആ 4 കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള ഒരു പ്രപ്പോസൽ ഉണ്ടാക്കണം. അതിന് കേന്ദ്ര ഗവൺമെന്റ് അടുത്ത് ഞാനും കൂടെ വരും, നമുക്ക് ഒരുമിച്ച് ഇടപെടാം എന്ന് സ്നേഹത്തോടുകൂടെ രഘുരാമ പണിക്കരെയും സഹപ്രവർത്തകന്മാരെയും അറിയിക്കാൻ ഈ അവസരം ലഭിക്കും. അത് നമുക്ക് നമ്മുടെ മധുസൂദനൻ നമ്പൂതിരിയുടെ അറിവും കഴിവും വിജ്ഞാനവും ഒക്കെ നമുക്ക് ഉപയോഗപ്പെടാം. മധുസൂദനൻ നമ്പൂതിരിയെ കൂടി മാധവൻ നമ്പൂതിരിയെ കൂടി നമ്മള് ഈ യാത്രക്കിടയിൽ ഒരു ആത്മബന്ധുവായി ചേർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഗവേഷണ പഠനവും കൂടി പ്രയോജനപ്പെടുത്താൻ എന്ന് കൂടി പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു. ഞാൻ ജൂബിലി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഇവിടെ ഓടിപ്പോകുന്നത്. എന്ന് കച്ചക്കാലത്ത് നിന്ന് രാവിലെ 9 മണി ഇങ്ങോട്ട് പോരാൻ വേണ്ടി ഞാൻ 9:30 എത്താന്ന് പറഞ്ഞോട് മണിക്ക് പറഞ്ഞു കൃത്യം 10 മണിക്ക് എത്തിയാണ്. അപ്പൊ ഞാൻ 9:59 എത്താൻ വേണ്ടി തീരുമാനിച്ചു പറഞ്ഞു. അപ്പം പെട്ടെന്ന് സഹധർമ്മിക്ക് പ്രഷർ പെട്ടെന്ന് കൂടി നേരെ ജൂബിലി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടറെ ഏൽപ്പിച്ചു, മകനെ കൂടി കൊണ്ട് ഏൽപ്പിച്ചു. പറഞ്ഞ വാക്ക് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. അരമണിക്കൂർ വൈകി. അതുകൊണ്ട് ആശുപത്രി പോകേണ്ടി വന്നുകൊണ്ടാണ് അരമണിക്കൂർ വരാൻ വേണ്ടി വൈകിയത്. അത് ഞാൻ നിങ്ങളെല്ലാവരോടും വിനയത്തോടു കൂടി ക്ഷമ കൂടി ചോദിച്ചുകൊണ്ട് ഞാനും ഉണ്ടാകും നിങ്ങളുടെ കൂടെ ഒരു ബന്ധുവായി, സ്വന്തം കുടുംബാംഗമായി എന്ന് കൂടി പറഞ്ഞ് വളരെ സന്തോഷത്തോടെ ഞാനത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെടുന്നു. ഇത്ര ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഇവിടെ ഉണ്ടാക്കി ഇതൊക്കെ നന്നായി. ഈ സമ്മേളനം വേണമെങ്കിൽ സാഹിത്യ അക്കാദമി ഹാളിലോ സംഗീത നാടക അക്കാദമി ഹാളിലോ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. പക്ഷേ വെച്ചത് ഇവിടെ തന്നെയാണ് നന്നായി. ഈ ആസ്ഥാനത്ത് വെച്ചത് നന്നായി. ഇവിടെ തന്നെയാണ്, ഈ മണ്ണിൽ തന്നെയാണ്, ഈ നമ്മുടെ സ്വന്തം ഈ ആസ്ഥാനത്ത് നിന്ന് തന്നെയാണ് ഇതിന്റെ ഈ ജൂബിലി ആഘോഷം ആരംഭിക്കേണ്ടത്. മാത്രമല്ല ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ഈ 11 സെമിനാറുകൾ രമേശ് പണിക്കർ നിന്ന് എടുക്കുന്നത് ഉൾപ്പെടെ 11 സെമിനാറുകൾ കൃത്യമായി ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം അത് അറിയാനും പഠിക്കാനും ശ്രമിക്കണം. അറിയാതെയും പഠിക്കാതെയും ഏതെങ്കിലും ഒരു കാര്യം ഊഹത്തിലൂടെ മാത്രം നിർവഹിക്കപ്പെട്ടാൽ അതിന്റെ വിശുദ്ധി നഷ്ടപ്പെടും. പഠിച്ചും അറിഞ്ഞും ഈ ജ്യോതിഷ പ്രവചനം നടത്തുമ്പോഴാണ് അതിന് വിശ്വാസ്യത പരിപൂർണമായി നിലനിർത്താൻ വേണ്ടി പറ്റില്ല. അതിനു വേണ്ടിയുള്ള ഒരു ശാസ്ത്രീയമായ അവബോധമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. അതിന് ഞാൻ എന്റെ ഹൃദയം കൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് പരിഷത്തിന് കൂടി നൽകാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ ജൂബിലി ആഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു. ഞാനൊന്ന് പോയിക്കോട്ടെ, എന്താണെന്ന് അറിയട്ടെ. ഇവർക്ക് നേരെ പ്രത്യേകം കൊണ്ടിരുന്നേനെ പോയി അവിടെ മായം മാത്രം നിർത്തി പോകുന്നില്ല. എല്ലാവരും അതായത് കാരണം പറഞ്ഞത് ഈ നമ്മുടെ ഈ ഗവേഷണത്തിനിടയിലാണ് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വരാൻ പോകുന്നുണ്ട്, അത് കരുതിയിരുന്നോളൂ എന്ന് ആദ്യത്തെ മുന്നറിയിപ്പ് കൊടുത്തത് 2019-ലല്ല, അതിലും എത്രയോ മുമ്പ്. ഇങ്ങനെ ഒരു വൈറസ് ലോകത്തെ കീഴടക്കാൻ വേണ്ടി വരുന്നുണ്ട്. അത് നിരവധി പേരുടെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോകും. അത് മാനവരാശിക്ക് തീർക്കാനാവാത്ത നഷ്ടങ്ങൾ വരുത്തുമെന്ന് പ്രവചിച്ച കാര്യം ചേട്ടൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരത്തിൽ ബലവത്തായ പ്രവചനങ്ങൾ നമ്മുടെ ജ്യോതിഷ്മാരുടെ കയ്യിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് പോകാനുള്ള സമ്മതം തന്നെ നൽകുന്നു.
തിങ്കളാഴ്ച നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർക്ക് നേരത്തെ സൂചിപ്പിച്ചല്ലോ. പിന്നെ കെ രാഘവൻ മാസ്റ്റർ പേരിലുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ്. അവാർഡ് ചെറിയ അവാർഡല്ല. കെ രാഘവൻ മാസ്റ്റർ അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ വാല്യൂഡ് ഒരു അവാർഡാണ്. മാസ്റ്റർ അർഹമായ അംഗീകാരമൊന്നും കൊടുത്തിട്ടില്ല. അത് മറ്റൊരു ഭാഗത്ത് മാഷക്ക് ഈ കൊടുക്കുന്ന അവാർഡ് വളരെ മഹത്തരമാണ്. ശ്രീകുമാരൻ തമ്പിക്കാണ് ആദ്യത്തെ അവാർഡ് കൊടുത്തത്. എനിക്ക് തിങ്കളാഴ്ച നാളെ രാത്രി ഡൽഹിയിലേക്ക് പാർലമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പോകണം. തിങ്കളാഴ്ച സാഹിത്യ അക്കാദമിയിൽ മാസ്റ്ററെ ആദരിക്കുന്ന ചടങ്ങിൽ ഞാനും കൂടി ഉണ്ടാകേണ്ടതാണ്. പറ്റില്ല. സന്തോഷം. ഈ ജ്യോതിഷ പരിഷത്ത് ഞാനും രഘുരാമ പണിക്കരും കൂടി ഈ നാളെ കൊടുക്കുന്ന അവാർഡിന് മുന്നോടിയായിട്ടുള്ളൊരു ഒരു ഒരു ലളിത സ്വീകരണം മാഷക്ക് നൽകുകയാണെന്ന് കൂടി ശരത്തോടുകൂടെ അറിയിക്കുന്നു. അഡ്വാൻസ് ആയിട്ട് സ്വീകരണം കൊടുക്കുക, അതും ഒരു ഭാഗ്യമാണ് മാഷ. നമ്മുടെ പിന്നെ സുരേന്ദ്രേട്ടൻ പറഞ്ഞത് ഈ ഇപ്പൊ 50-ാം വാർഷികത്തില് പിന്നെ മാഷക്ക് വിദ്യാലയ മാഷക്ക് കൊടുക്കുന്ന ഈ സ്നേഹം ഇനി പത്മശ്രീ ലഭിച്ച് നൽകുന്നത് വരെയുള്ള യാത്രയ്ക്കുള്ള ആദ്യത്തെ ഒരു നെയ്ത്തിരി കത്തിക്കലാണെന്ന് കൂടിയാണ്. കൽപ്പാന്തകാലത്തോളം സംഗീത സുന്ദരിയെ മലയാളികൾക്ക് പകർന്നു തന്ന വിദ്യാധരൻ മാഷക്ക് കേരള ജ്യോതിഷ പരിഷത്തിന്റെ സ്നേഹവും ആദരവും. നമ്മുടെ ഗ്രന്ഥശാലയിലേക്ക് പുസ്തകം തരണമെന്നാണ് ഞാൻ MP ആയപ്പോൾ ഒരു സ്ലോഗൻ ഉന്നയിച്ചു, പൂക്കൾക്കും പകരം പുസ്തകം. ഞാനിപ്പോൾ സത്യത്തിൽ ഈ പൂച്ചണ്ട് വേറെ ഒരിക്കലും വാങ്ങിക്കാറില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് ആയതുകൊണ്ട് സ്നേഹം കൊണ്ട് വാങ്ങിച്ചാണ്. ഞാൻ സാധാരണ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ പൂക്കൾക്ക് പകരം പുസ്തകമാണ് വാങ്ങുന്നത്. 16,000 പുസ്തകം എനിക്ക് 2 കൊല്ലം കൊണ്ട് സമ്മാനമായി കിട്ടിയിട്ടുണ്ട്. 16,000 പുസ്തകം ഓരോ സ്ഥലത്ത് ഫംഗ്ഷൻ പങ്കെടുക്കുമ്പോൾ കിട്ടിയ പുസ്തകമാണ്. ഞാൻ 5,000 പുസ്തകം കൊടുത്ത് തൃശ്ശൂർ വെയ്യൂരിലെ അതിസുരക്ഷാ ജയിലിൽ ഒരു വായനശാല തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ അതിൻ്റെ ഫർണിച്ചറൊക്കെ കൂടി കൊടുത്തിട്ട് MP ഫണ്ടിൽ നിന്നല്ല, എനിക്ക് ഞാൻ എൻ്റെ ശമ്പളത്തിൽ നിന്ന് എടുത്തു കൊടുത്ത് വാങ്ങിച്ചു കൊടുത്താണ്. പുസ്തകം പേര് തന്ന സംഭാവനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഏകദേശം ഒരു 9,000 പുസ്തകമുണ്ട്. പിന്നെ രാമണിക്കല്ലേ വക്കീലേ, ഞാൻ എൻ്റെ MP എന്ന നിലയിൽ പൂക്കൾക്കും പകരം കിട്ടിയ പുസ്തകത്തിൽ നിന്നും ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് 101 പുസ്തകം സമ്മാനമായി നൽകും. ഞാൻ നാളെ ഡൽഹി പോയി തിരിച്ചു വന്ന് ഡിസംബർ 23 പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ് ആരെങ്കിലും ഒരാൾ എന്നെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. അതിൽ ഒരുപാട് വേദപുസ്തകങ്ങളുണ്ട്, വേദവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളുണ്ട്, പിന്നെ ഗവേഷണ പ്രാധാന്യമുള്ള പുസ്തകങ്ങളുണ്ട്. ഇങ്ങോട്ട് തരുന്നത് അത്തരത്തിൽ വേദപുസ്തകങ്ങളും ഗവേഷണ പ്രാധാന്യമുള്ള പുസ്തകങ്ങളാണ് തരിക. 101 പുസ്തകം ഈ 50-ാം വാർഷികത്തിന്റെ ഭാഗമായി ചേട്ടന്റെ അഭ്യർത്ഥന കൂടി മാനിച്ച് ഞാൻ ഇവിടെ ഓഫീസിൽ ഞാൻ തന്നെ മക്കളുടെ കൈമാറും. എന്നെ ഓർമ്മപ്പെടുത്തണം എന്ന് മാത്രമേ. ഇനി ഞാൻ പോട്ടെ.